ക്രൈസ്തലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി യൂട്യൂബിൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഈ ഭൂപ്പരപ്പിൽ ഒരവസരം കൂടെ നൽകി തന്നത് ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന, തിരുവചനങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിച്ചുകൊണ്ട് തിരുവചന ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പ്രവചനം. എന്താണ് പ്രവചനം? ബൈബിൾ മുഴുവനും പ്രവചനമാണോ എന്ന് ചോദിച്ചാൽ എല്ലാം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ പ്രവചനങ്ങളാണെന്ന് പറയുന്നു. കാരണം തിമോഥെയോസിന് 2 ലേഖനം 3:16-17 എല്ലാ തിരുവെഴുത്തും ദൈവസ്വസീയമാകയാൽ, എല്ലാ തിരുവെഴുത്തും 31,173 വാക്യങ്ങളും ദൈവസ്വസീയമാകയാൽ, യെശയ്യാ 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, ഒന്നിനോടൊന്ന് ഇണയില്ലാതിരിക്കുകയില്ല. ദൈവത്തിൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അതിനെ കൂട്ടിവരുത്തിയത്. അപ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവസ്വസീയമാണ്, എങ്കിലും എല്ലാം പ്രവചനമല്ല. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ബൈബിളിനെ 5-6 രീതിയിൽ ഉപമയുണ്ട്, അക്ഷരീകമായ കാര്യങ്ങളുണ്ട്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളുവാൻ മനസ്സായതുപോലെ എനിക്ക് നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ മനസ്സായത് അക്ഷരീകമാണ്. മാനുഷികമായ കാര്യങ്ങളുണ്ട്, പിശാച് പറഞ്ഞതുണ്ട്, ഉപമയുണ്ട്, സന്ദർഭമുണ്ട്, ഉപദേശമുണ്ട്. പിശാച് പറഞ്ഞതുണ്ട്, ബിലയാമിൻ്റെ കഴുത സംസാരിച്ചതുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പ്രവചനമായിട്ട് അംഗീകരിക്കുന്നില്ല. പക്ഷേ പ്രവാചക വാക്യങ്ങളാണെന്ന് പത്രോസ് എഴുതിയ 2 ലേഖനം 1:19 പറയുന്നു. പ്രവാചക വാക്യങ്ങൾ എന്ന് പറയുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവസ്വസീയമാകുന്നു എന്ന് പറയുന്നു. പ്രവചനം ഒരിക്കലും മനുഷ്യരുടെ ഇഷ്ടത്താൽ ഉളവാകുന്നതല്ല എന്ന് ഒന്നാമതറിയണം. പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ച തിരുവെഴുത്തുകളാണ് ബൈബിളിൽ കാണുന്നത്. എൻ്റെ ചിന്താവിഷയം 3-4 പോയിന്റ് ഓടിച്ചു പറഞ്ഞ് ചില ആത്മീയ ചിന്തകൾ മാത്രം പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായിട്ട് ഹോശേയ പ്രവചനം 11:1-5 വരെ വായിക്കുക. 5-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രായേൽ ജനത്തിന് അശൂര്യൻ രാജാവാകും. ഭയങ്കര പ്രവചനം. യഥാർത്ഥത്തിൽ ജാതീയൻ ഒരിക്കലും, പുറം ജാതീയക്കാരനായ ഒരുവൻ ഇസ്രായേൽ ജനത്തിന് രാജാവായിക്കൂടാ. പക്ഷെ ദൈവം പറഞ്ഞു അശൂര്യൻ ഇസ്രായേൽ ജനത്തിന് രാജാവാകുമെന്ന് ഹോശേയാവിൽ കൂടെ ദൈവം പ്രവചിക്കുക. അപ്പോൾ ഹോശേയാവിന് കൊടുക്കുന്ന പ്രവചനമാണ് അശൂര്യൻ രാജാവാകും. അതിൻ്റെ കാരണം 11:1-4 വരെ വായിച്ചാൽ ജനത്തിൻ്റെ പാപമാണ്. അപ്പോൾ ദൈവം ഒരിക്കലും വാക്ക് മാറിയിട്ടില്ല. വാക്ക് മാറിയത് മുഴുവനും മനുഷ്യരാണ്. നന്ദികേട് കാണിക്കുന്നത് മുഴുവനും മനുഷ്യരാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ദൂത് മനസ്സിലാകും. ചരിത്രപരമായി എല്ലാവർക്കും അറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ പാപം. ഒന്നുമല്ല, മോശ 40 ദിവസം, പുറപ്പാട് 32-ൽ മോശ 40 ദിവസം പർവ്വതത്തിൽ ഇരുന്ന് വരാൻ താമസിക്കുന്നത്
താമസിക്കുന്നു. മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. താൻ ഉത്തരവാദിത്തം ഇവരെ ഏൽപ്പിച്ചിട്ട്, അഹരോനെ കൂട്ടരെ ഏൽപ്പിച്ചിട്ട്, താൻ 40 ദിവസം ദൈവത്തിൻ്റെ പ്രമാണം എഴുതി വാങ്ങുവാൻ, ജനത്തിനുള്ള 10 കൽപ്പനകൾ എഴുതി വാങ്ങുവാനായി പർവ്വതത്തിൽ ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുമ്പോൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആമേൻ. പുറപ്പാട് 20:20 പറയുന്നുണ്ട്, അവൻ ഇരുന്ന ഇരുളിനടുത്ത് ചെന്നെന്ന്. അപ്പോൾ ഒരു മറയുണ്ട്. കാരണം പുറപ്പാട് 33 പഠിക്കുമ്പോഴും അങ്ങനെയാണ്. എൻ്റെ തേജസ് കാണുവാൻ നിനക്ക് പറ്റത്തില്ല, എന്നെ കണ്ടവൻ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഉടനെ തന്നെ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അങ്ങ് ആരാധന സ്റ്റാർട്ട് ചെയ്തു. ഇളക്കപ്പെരുപ്പം തുടങ്ങി. അവിടെ മുതൽ ഇങ്ങോട്ട്, ചെങ്കടൽ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ പിറുപിറുപ്പ്, ദുശാഠ്യം, വിഗ്രഹാരാധന. രാജാക്കന്മാർക്ക് 2 പുസ്തകം 18 2, 3, 4 വാക്യം വായിക്കുമ്പോൾ ഹോർ പർവ്വതത്തിൽ വെച്ചുണ്ടാക്കിയ താമ്രസർപ്പത്തെ പൊതിഞ്ഞു സൂക്ഷിച്ച് നെഗിട്ടാൻ എന്ന പേര് മാറ്റി അവർ ആരാധിച്ചു പോന്നു. എന്നാൽ ദൈവദാസനായ ദൈവഭക്തനായ ഹിസ്കിയാവ് അതിനെ ഉടച്ചു കളയുവാനിടയായി. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കാരണം, പ്രവചനം ആർക്കാണ്? യഹൂദ ഗോത്രത്തിനാണ് രാജാവ്. യാക്കോബ് വയസ്സാം കാലത്ത് താൻ മരിക്കുന്നതിന് മുൻപ് തലമുറകളെ 12 പേരെയും വിളിച്ച് പ്രവചിക്കുമ്പോൾ, ജനസിസ് ചാപ്റ്റർ 49, ഉൽപ്പത്തി 49 അധ്യായം 8 മുതൽ 13 വാക്യങ്ങളിൽ യഹൂദയെക്കുറിച്ച് പറയുന്നു. വരുവാനുള്ളവൻ വരുവോളം ചെങ്കോൽ നിൻ്റെ കാലുകൾക്കിടയിൽ നിന്ന് അത് മാറിപ്പോകത്തില്ല എന്ന് പറഞ്ഞാൽ, രാജഭരണം കർത്താവായ യേശുക്രിസ്തു വരുന്നത് വരെ, എൻ്റെ ഭാഷയെ പറഞ്ഞ മധ്യാകാശത്ത് വരുന്നത് വരെ രാജഭരണം അവർക്കുള്ള. പക്ഷേ അശൂര്യൻ രാജാവായി, ജാതീയൻ രാജാവായി. ഇവിടെ എന്താ നമ്മുടെ ദൂത്? ഈ ഭരിക്കുന്നവരെല്ലാവരും ഓർത്തുകൊള്ളണം, എന്നും ദൈവം ആരുടെയും പക്ഷത്ത് നിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ, ഇതുപോലെ അനീതി ചെയ്യുന്നവരുടെ പക്ഷത്ത് നിൽക്കത്തില്ല. ഒരിക്കൽ ദൈവം മറിച്ച് താഴെയിടും. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ഭയപ്പെടുക, ജീവനുള്ള ദൈവത്തെ ഭയപ്പെടുക. കണ്ട, യഹൂദയ്ക്കാണ് രാജപദവി. ബിലെയാം പ്രവാചകൻ പ്രവചിച്ചു 24:17 സംഖ്യാപുസ്തകം, യാക്കോബിൽ നിന്ന് ഒരു ഉദയനക്ഷത്രം ഉദിക്കും, അവൻ ബത്ലഹേമിൽ ജനിക്കും. മീഖ 5:2. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിടുക. അപ്പോൾ നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം ഒരു ചെറിയതാകട്ടെ വലിയതാകട്ടെ, അത് വിശ്വസ്തയോടെ, ആർക്കും ഒരു ദ്രോഹവും വരാത്ത നിലയിൽ, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാത്ത നിലയിൽ, ആരെയും വേദനിപ്പിക്കാത്ത നിലയിൽ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യേണ്ടതാണ്. ഇപ്പം സമാഗമന കൂടാരത്തിലെ വിളക്ക് കത്തിക്കേണ്ടത് ശമൂവേൽ പ്രവാചകനല്ല, എൻ്റെ ആത്മീയ ഭാഷയിൽ പറഞ്ഞ ഏലിയുടെ മക്കളാണ്, ഹൊപ്നിയും ഫിനെഹാസുമാണ്. അവന്മാര് ശമൂവേൽ എഴുതിയ 1 പുസ്തകം 2:12 മുതൽ 17 വരെ വായിക്കുമ്പോൾ, അവർ ദൈവവചനത്തിന് വിരുദ്ധമായി പോയപ്പോൾ എഫ്രൈം ഗോത്രക്കാരനായ, എഫ്രൈം മലനാട്ടുകാരനായ ശമൂവേലിനെ ദൈവം തെരഞ്ഞെടുത്തു. അതുകൊണ്ടായിരിക്കും ഹന്നായിക്ക് തലമുറ കിട്ടാൻ ചിലപ്പോൾ താമസിച്ചത്. കാരണം പ്രാർത്ഥിച്ച് ഒരുവനെ കിട്ടണം. അതിനുവേണ്ടി ദൈവം ഒരു സൈഡ് അല്പം നിന്ദകളും പരിഹാസങ്ങളും ഹന്നായിക്ക് കൊടുത്തെങ്കിൽ, അവർ നേർന്നതുപോലെ നിവർത്തിക്കുകയും ദൈവത്തിൻ്റെ മുൻപാകെ ദാൻ മുതൽ ബേർശേബ വരെ പ്രവചിക്കുകയും
2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനുള്ള കൃപയും, പുരോഹിതൻ, പ്രവാചകൻ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ കൃപ കൊടുത്തവൻ. 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു. രൂത്തിൻ്റെ പുസ്തകം എഴുതി, ന്യായാധിപന്മാർ, രൂത്ത്, ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം പുസ്തകമൊക്കെ എഴുതാൻ ദൈവം കൃപ കൊടുത്തു. അതിനകത്ത് ശമൂവേലിന്റെ 1-ാം പുസ്തകവും 2-ാം പുസ്തകവും എഴുതിയത് നാഥാനും ഗാദ് പ്രവാചകൻ ഇദ്ദേഹം കൂടെ ആണെന്ന് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 29-30 കിടപ്പുണ്ട്. വിഷയത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ 1, ജാതീയൻ രാജാവായിക്കൂടാ, പക്ഷേ ജാതീയൻ രാജാവായി. തിരുവെഴുത്തുകളിലുടനീളം അശ്ശൂരിനെ കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 10-ാം അധ്യായം പഠിച്ചാലും 9-ാം അധ്യായം പഠിച്ചാലും ഒക്കെ അവിടെയും കിടപ്പുണ്ട് ഈ അശ്ശൂരിനെ കുറിച്ച്. രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 18-ാം അധ്യായം പഠിച്ച അവിടെയും കിടപ്പുണ്ട്. പ്രാർത്ഥിക്കുന്ന ഹിസ്കിയാവിന് വിരോധമായി വെല്ലുവിളിക്കുന്ന കിങ്കരന്മാർ, അശ്ശൂരിൻ്റെ കിങ്കരന്മാർ. അപ്പോൾ ഇത് വലിയൊരു ഇന്നത്തെ പ്രവചനമായിട്ട് കോട്ട് ചെയ്ത്, ഇന്നത്തെ പ്രവചനം രമ്യാവിനോട് ദൈവം പറഞ്ഞ 25:30, നീ വചനങ്ങളെ ഒക്കെയും പ്രവചിച്ചു പറയുക. യെഹെസ്കേൽ 3:1 മുതൽ 10 വരെ വായിക്കുമ്പോൾ യെഹെസ്കേലിനോട് പറഞ്ഞു, 5 വരെ വായിച്ചാലും മതി. യെഹെസ്കേലിനോട് പറഞ്ഞു, നീ കാണുന്ന ചുരുൾ ഭക്ഷിച്ച് ഉദരം നിറച്ച് ഇസ്രായേൽ ജനത്തോട് പ്രവചിക്കണം. വചനം നിറയണം. വചനമാണ് പ്രവചനം. ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിനകത്ത് വിടുതലുണ്ട്, വചനത്തിനകത്ത് രോഗശാന്തിയുണ്ട്, വചനത്തിനകത്ത് ഭൂതത്തിന്മേൽ അധികാരമുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിൽ തന്നെ ശുദ്ധീകരണമുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിനകത്ത് നിത്യതയുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിനകത്ത് കുറവുകളുണ്ട്. അതിനെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുകയും അതോടൊപ്പം തന്നെ ആ നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് കൂടെ നമുക്കുണ്ടാകട്ടെ. ഈ ലോകത്തിൽ ജീവിച്ചു മരിച്ചു എന്നുള്ളതിനേക്കാളുപരി എനിക്ക് ആ നിത്യത കിട്ടുമോ എന്നുള്ള ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. രണ്ടാമതായിട്ട് ചൂണ്ടിക്കാണിച്ചു തരാൻ നിങ്ങൾ വായിക്കുക. രണ്ടാമതായിട്ട് ദാസൻ രാജാവായിക്കൂടാ. ഒരു ദാസൻ ഇസ്രായേലിന് ഒരിക്കലും രാജാവാകാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഒരിക്കൽ തമിഴ്നാട്ടിലെ ജയലളിതയുടെ അസിസ്റ്റൻ്റായിരുന്ന ശശികല, ഇവര് മന്ത്രിയാകാൻ നോക്കിയപ്പോൾ നല്ലൊരു വിഭാഗവും പറഞ്ഞു, ഈ വേലക്കാരി ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിരിക്കാൻ പറ്റത്തില്ല. അവർ പോലും സമ്മതിച്ചില്ല. നമ്മളെല്ലാം പത്രവാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിന്ന കാര്യങ്ങൾ. ഇവിടെ ശലോമോന്റെ ദാസനായ യൊരോബെയാം ശലോമോൻ മില്ലോ പണിതപ്പോൾ, രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 11:26 മുതൽ 40-41 വരെയുള്ള ഭാഗങ്ങൾ തീർത്ത് വായിക്കുക. മില്ലോ പണിതപ്പോൾ തന്നെ ഏൽപ്പിച്ചു. വിശ്വസ്തദാസനായതുകൊണ്ട് ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചു. ഇയാൾ വിശ്വസ്തനെന്ന് കണ്ടിട്ട് ശലോമോൻ യോസഫ് ഗൃഹത്തിൻ്റെ ചുമതല കൂടെ കൊടുത്തു. അങ്ങനെ ഈ വിശ്വസ്തദാസൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് വയലിലേക്ക് ചെല്ലുമ്പോൾ അഹിയ പ്രവാചകൻ അങ്കിയുമായിട്ട് നിൽക്കുക. തൻ്റെ തോളിൽ കിടന്ന അങ്കിയെ എടുത്ത് 12 കീറിയിട്ട് 10 കഷണമെടുത്ത് ശലോമോന്റെ വിശ്വസ്തദാസനായ യൊരോബെയാമിൻ്റെ തോളിലിട്ടിട്ട് പറഞ്ഞു, ഇസ്രായേൽ ഗോത്രത്തെ, ഇസ്രായേലും യഹൂദയും ഒന്നായി ഭരിക്കുന്നു. ശൗൽ, ദാവീദ്, ശലോമോൻ
40 വർഷമായി ഭരിക്കുമ്പോൾ, എന്നാൽ ഇതിനെ ഞാൻ പറിച്ചു കീറും, രണ്ടായി കീറി ഇതുപോലെ 10 ഗോത്രം നിനക്ക് തരും. നീ രാജാവായിരിക്കണം. ഒരിക്കലും നടക്കാത്ത ഒരു പ്രവചനം. അപ്പോൾ ഇത് കേട്ടിട്ട് അദ്ദേഹം പോയി ദൂത് പറഞ്ഞിട്ട് പോയി. ഇന്നത്തെ ആൾക്കാരാണെങ്കിൽ ദൂത് പറഞ്ഞിട്ട് പിന്നെയും പ്രാർത്ഥിക്കാന്നൊക്കെ പറയും, കാണിക്ക കിട്ടാൻ വേണ്ടി. ഓക്കെ, ദൂത് പറഞ്ഞങ്ങ് പോയി. ഈ ദൂത് ഒരിക്കൽ ഞാൻ യൂട്യൂബിൽ ഇട്ടതാ, ഒരു ചെറിയൊരു ചിന്ത. കാരണം രഹസ്യം പുറത്തു പറയരുത്. സദൃശവാക്യം 11:13, സദൃശവാക്യം 20:19. അപ്പോൾ അവിടെ പറയുന്നു, നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വയ്ക്കുന്നു. 2 സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, അഹിയ പ്രവാചകൻ യൊരോബയാമിനോട് പറഞ്ഞ കാര്യം, ഇതൊരു പവർഫുൾ മെസ്സേജ് ഒന്നുമല്ല കേട്ടോ. കൃപയെന്ന് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പവർഫുൾ എടുക്കേണ്ടടുത്ത് പവർഫുൾ എടുത്ത ഇത് എല്ലാവരും കേൾക്കുന്നുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ കേൾക്കുന്നുണ്ട്, എൻ്റെ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട്. സഹോദരങ്ങൾ കേൾക്കുന്നുണ്ട്, ഹൈന്ദവ സഹോദരങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം മനസ്സിലാവണം, ഇത് പെന്തക്കോസ്തുകാർക്ക് മാത്രമുള്ളതല്ല, അല്ലാത്ത അക്രൈസ്തവരായ സഹോദരങ്ങൾ കേൾക്കുന്നുണ്ട്, എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. ഇത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയാം. കാരണം ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ കൃത്യമായി ചെയ്തില്ലയോ, ദൈവം അതെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കും. പലരും പ്രസംഗിക്കുന്നത് അങ്ങനെ, ദൈവം ഒരു വാഗ്ദത്തം നിനക്ക് തന്നാൽ നിനക്ക് വാഗ്ദത്തം ദൈവം മാറ്റത്തില്ലെന്ന് പ്രസംഗിക്കുന്നത് കൊണ്ട് ഞാനിതിനെ തിരഞ്ഞെടുത്ത് 3-4 കാര്യങ്ങൾ പറഞ്ഞുതരാം. ദൈവം വാക്ക് മാറത്തുമില്ല, മാറിയിട്ടുമില്ല. പണ്ടൊരു സഹോദരൻ ചോദിച്ചതുപോലെ നിങ്ങളുടെ ദൈവം വാക്ക് മാറുമെന്ന് ചോദിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കുരുക്കും കൊണ്ട് വരിക. അവസാനം ഞാൻ പറഞ്ഞ വാക്ക് മാറുമെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ വാക്ക് മാറുന്ന ദൈവത്തെ എന്തിനാ, യേശുവിനെ എന്തിനാ നീ ആരാധിക്കുന്നത്, നീ ഞങ്ങളുടെ കൂടെ പോരുന്നത്? അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, വരാനൊക്കെ വരട്ടെ, വാക്ക് മാറാത്ത ഒരു ദൈവത്തെ നീ എനിക്ക് കാണിച്ചു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏത് കാര്യമാട്ടെ, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. ജാതി മത സംഘടന വ്യത്യാസം തന്നെ കർത്താവായ യേശുക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നത്. ഇത് പെന്തക്കോസ്തുകാരുടെ ദൈവമൊന്നുമല്ല, ദൈവം മാത്രമല്ല. അപ്പോൾ ആര് ദൈവത്തെ വിളിക്കുന്നുവോ അവനെ ചേർത്തുകൊള്ളുവാൻ കർത്താവ് ഇന്നും ശക്തനാണ്. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ തൊഴുത്തിൽപ്പെടാത്ത അവർക്കും കൂടിയായത്. അപ്പോൾ ആ പങ്കെടുക്കുന്നത് കൊണ്ട് തൊഴുത്തിൽപ്പെടാത്തവർക്കും കൂടിയാ കർത്താവ് പറഞ്ഞു. തൊഴുത്തിൽ കിടക്കുന്നവർ ഇതുപോലെയാ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ തൊഴുത്തിൽപ്പെടാത്തവനെ ചേർക്കണ്ടേ? അപ്പോസ്തലപ്രവൃത്തി 20:28-29 അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ പോയ ശേഷം ഇതിനകത്തു നിന്ന് കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേൽക്കും, അവർ ദുരുപദേശവുമായി വരും. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഇതല്ലേ ഇനി പോട്ടെ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് അപ്പുറത്ത് കണ്ടിട്ടാ പറഞ്ഞ തൊഴുത്തിൽപ്പെടാത്ത, മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവരുടെ കർത്താവാണ് യേശുക്രിസ്തു. എല്ലാവരുടെയും ജാതി മത സംഘടന വ്യത്യാസമൻ എല്ലാവരുടെയും കർത്താവ് ഒരുവൻ. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 2:5, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, തന്നെത്താൻ നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന കർത്താവായ യേശുക്രിസ്തു തന്നെ. അതിന് മാറ്റമില്ല. ഒരു മധ്യസ്ഥൻ. പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു എന്ന് റോമർ 8:26 പറയുന്നുണ്ടെങ്കിലും മധ്യസ്ഥൻ ഒരുവൻ. ഒരു 3 പേരും ഒന്ന് തന്നെയാണ്. പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. ഇതെല്ലാം ഇവർ 3 പേരും ഒന്നാ.
അതുകൊണ്ടാണ് മത്തായി 28:18-19 പറഞ്ഞത്, പിതാവിൻ്റെയും ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എങ്ങനെ സ്നാനപ്പെടുത്തണം, പിതാവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയാണ്. നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ഈ നാമങ്ങളിൽ എന്ന് പറഞ്ഞെങ്കിൽ ഈ 3 പേർക്കും പേര് പറയണം. ഏകനാമത്തിൽ നിന്നുള്ള 3 പുറപ്പാടാണ് തൃത്വം എന്ന് പറയുന്നത്. അത് ആത്മാവുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ, അല്ലാത്ത ഒരു വ്യക്തികൾക്ക് മനസ്സിലാകത്തില്ല. ആ ഭാവം വിടുക. അപ്പോൾ ദാസൻ രാജാവായി കൂടാ. ദാസൻ രാജാവായില്ലേ? എന്താ കാരണം? 11:11 രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 11:11, 12, 13 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയേ. ശലോമോനോട് ദൈവം പറയുക, 11:1 മുതൽ വായിച്ചു നോക്കിക്കേ, ശലോമോൻ കാണിച്ചു കൂട്ടിയ വേലകൾ എന്താണെന്ന്. അതുകൊണ്ട് തൻ്റെ മകന് രെഹബയാമിന് കിട്ടേണ്ട പദവി ശൗൽ, ഇവിടെ ദാവീദ്, അടുത്തതായിട്ട് വരുന്നു ശലോമോൻ, രെഹബയാം ഭരണം. രാജാക്കന്മാർക്ക് 1-ാം പുസ്തകം 12-ാം അധ്യായം. അവൻ മനോബലമില്ലാത്തവനെന്ന് ദിനവൃത്താന്തം 13 പറയുന്നത്. മനോബലമില്ലാത്തവനെന്ന് 13:7 തോന്നുന്നു. മനോബലമില്ലാത്തവനെ പിടിച്ച് രാജാവാക്കാൻ പറ്റില്ലല്ലോ. മറ്റവന് പിന്നെ ഒന്നും അല്ലെങ്കിൽ വിശ്വസ്തദാസനാണെന്ന് ശലോമോൻ തന്നെ പറഞ്ഞു. എന്നാൽ വിശ്വസ്തദാസന്മാരില്ല. രണ്ടാമത്തെ കാര്യം ഓടിച്ചു പോകാം. 3-4 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇന്നത്തെ പ്രവചനവുമായിട്ട് യോജിക്കുന്നില്ല. ഇന്ന് സഭകളിൽ പറയുന്ന കള്ളപ്രവചനം. ഞാൻ ദൈവസഭകൾ നയിക്കുന്ന ഏരിയ IPC, ചത്തപ്പക്കോട്, ഷാരോൺ, ഇൻഡിപെൻഡൻറ്റ് സഭകളിലെ ദൈവദാസന്മാരോടൊരു ദൂത് പറയാം. നിങ്ങളൊന്നുമില്ലെങ്കിലും നിങ്ങൾ ആത്മാക്കളെ വരുന്നവരെ വിവേചിക്കുവാനുള്ള ഒരു ദൈവകൃപ കർത്തൃദാസന്മാരെ നിങ്ങൾ പ്രാപിക്കുക. 4 വീട് കിട്ടും, 10 കാറ് കിട്ടും എന്നൊക്കെ പറയേണ്ട കാര്യം എന്താ? കർത്താവ് പറഞ്ഞതിൽ എല്ലാം ഇല്ലേ? ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വയ്പ്പീൻ. ഉണ്ണുന്നത് എവിടെ വെച്ചാ? ഡൈനിങ് ടേബിള്. അതിന് ഉണ്ടാക്കണമെങ്കിൽ അടുക്കള വേണ്ടേ? സഹോദരന്മാർ ആളിൽ നിന്നോ ഇവിടെ നിന്ന് ഡ്രസ്സുകളൊക്കെ മാറും. പക്ഷെ സഹോദരിമാർക്ക് പ്രൈവസി വേണ്ടേ? അവർക്ക് ബെഡ്റൂം വേണ്ടേ? പ്രൈവസി വരും. അപ്പോൾ ബെഡ്റൂമായി, ഹാളായി, കിച്ചണായി, സിറ്റ് ഔട്ടായി, അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു റൂം വേണ്ടേ? അപ്പോൾ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ കാർ പോർച്ചുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനെ നേരെ നിത്യതയെക്കുറിച്ചോ മാനസാന്തരത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ പറഞ്ഞ് അവരെ നയിച്ച് നിത്യതയുടെ വെളിപ്പാട് ഉള്ളിൽ കയറ്റേണ്ടതിന് പകരം സഭാപ്രസംഗി 3:11 അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുകയും നിത്യത അവരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന നിത്യതയുടെ വെളിപ്പാട് അവിടെ കിടക്കുക. നമ്മുടെ ദർശനം എന്ന് പറയുന്നത് നിത്യതയാ, സ്വർഗീയ കനാന. ഇത് ഭൗതികം തലയിൽ കയറി. ആ ഭൗതികം വേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, എതിരുമല്ല. ഭൗതികം വേണ്ടെന്നും പറയുന്നില്ല, ഞാൻ അതിനെതിരുമല്ല. ദൈവം തരുന്ന നന്മ, സത്യസന്ധതയോടെ കിട്ടുന്ന നന്മ. അപ്പോൾ അതിന് നമ്മൾ പ്രാർത്ഥിക്കുക. ഓക്കെ. അപ്പോൾ ഈ ഭാഗം പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ശലോമോൻ്റെ മകന് ലഭിക്കേണ്ട നന്മ, ഇനി ഇതിനെ കയറി വേറെ ദുർവ്യാഖ്യാനവും നടത്തിക്കണേ. അപ്പോൾ അപ്പന്മാർ ശരിയായി മക്കൾ മോശമായവരും ഉണ്ട്, അപ്പന്മാർ മോശമായിരുന്നു മക്കൾ നല്ലതായി നടന്നവരും ഉണ്ട്, ബൈബിളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട. അപ്പോൾ ഇത് പ്രവചനം എന്താണെന്ന് ഇന്ന് ദൈവസഭയിൽ നടക്കുന്ന പ്രവചനം തിരുവെഴുത്തുകളിൽ കൂടെ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ 2 കാര്യം. ഇത് സ്വർഗത്തിൽ 119 സംഘത്തിൽ 89-ാം വാക്യം, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനമായതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോട്ടോ കോപ്പിയാണ്. ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കി. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം ഇതാണ്: അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പ്രവചനം. നടക്കത്തില്ലെന്ന് വിധി എഴുതുന്നത് ഏത് വ്യക്തിയെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. ടൈയും കോട്ടും ഇല്ലെന്ന് വിചാരിച്ച് ആ വ്യക്തിയെ ചെറുതായി കാണാൻ പാടില്ല.
കർത്താവായ യേശുക്രിസ്തു പറയും, ഈ ചെറിയവന് ചെയ്തത് നീ ചെയ്തത് എനിക്ക് ചെയ്തിരിക്കുന്നെന്നാ. ഈ ചെറിയവന് ചെയ്തത് ആരാ? ചെറിയവന് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെയുള്ള ദൈവദാസന്മാരുണ്ട്. ഇന്ന് വലിയവനാ ചെയ്യുന്നത്. ആരാ ഈ വലിയവൻ? ഒരേ ഒരാളേ ഉള്ളൂ, യേശു ക്രിസ്തു. നമ്മളെല്ലാം കർത്താവിൻ്റെ ഭവനത്തിലെ കൃഷികളാണ്, ഒരു ഭവനക്കാരാ. കൊരിന്ത്യർക്ക് 2 ലേഖനം 3 പഠിക്കുക നമ്മൾ ആരാണെന്ന്. മറ്റുള്ളവനെ ശ്രേഷ്ഠനായി എണ്ണാനുള്ളൊരു ദൈവകൃപ പ്രാപിക്കുക. അതൊന്നുമില്ല ഇന്നത്തെ കാലഘട്ടങ്ങളിൽ, അതൊന്നുമില്ല. ഇതൊക്കെ കളഞ്ഞു. ഒരു ദൈവദാസൻ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് പോയാൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ അതിനാണ് കയറ്റാനും പറ്റത്തില്ല, കാരണം സഭയും പിരിച്ചുകൊണ്ട് പോകും. അപ്പോൾ സഭ പിരിക്കുന്ന ആരാണെന്ന്, നിങ്ങൾ സഭയിലെ ആത്മാക്കളെ പിടിച്ചു കൊണ്ടുപോകുന്നത് ആരാണെന്ന് വ്യക്തമായി നിങ്ങൾക്ക് പഠിച്ചാൽ, അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ പഠിച്ചാൽ മതി. ശമൂവേൽ എഴുതിയ 1 പുസ്തകം 33 മുതൽ 37 ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയോ. കരടി സിംഹവും. അപ്പോൾ ഒരു സഭയിലെ ആ വ്യക്തികളെ പിടിച്ചു കൊണ്ടുപോകുന്ന ആരാണെന്ന് ചോദിച്ചാൽ അവൻ കരടിയാണ്. അവൻ്റെ ഉള്ളിലിരിക്കുന്ന, പുറത്ത് മീശയും പഠിച്ച് വെള്ള ഷർട്ടും ഇട്ട് കറുത്ത പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് വരും, പക്ഷേ അവൻ്റെ ഉള്ളിലിരിക്കുന്ന കരടിയും സിംഹവും. ഈ കരടികളെ, സിംഹത്തെ വലിച്ചു കയറാനുള്ള കൃപ സഭാ ശുശ്രൂഷകന്മാർ അത് പ്രാപിക്കട്ടെ. 2, വ്യക്തി ജീവിതങ്ങൾ കടന്നു വരുന്നവർ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ദൈവകൃപ പ്രാപിക്കട്ടെ. ആത്മാക്കളുടെ വിവേചനം, കൊരിന്ത്യർക്ക് 1 ലേഖനം 12:10, അതെങ്കിലും ദൈവദാസന്മാർ, സഭാ ശുശ്രൂഷകന്മാർ പ്രാപിച്ചു കഴിഞ്ഞാൽ അവനെ കാണുമ്പോഴേ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. യവൻ ചെന്നായാണോ, യവൻ കരടിയാണോ, യവൻ സിംഹമാണോ എന്ന്. ചെന്നായ എന്ന് പറഞ്ഞ കർത്താവല്ല, ചെന്നായിക്കട നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നത്, അതുകൊണ്ടാണ് ചെന്നായെ കൂടെ എടുത്ത്. അപ്പം ചെന്നായി, കരടി, സിംഹം. ഇതിനെ വലിച്ചു കീറുവാൻ അല്ലെങ്കിൽ മാറ്റി നിർത്തുവാൻ കരടിയുടെ വേഷം പൂണ്ട്, ചെന്നായിയുടെ വേഷം പൂണ്ട് വരുന്നതിനെ ഈ പ്രവചനം എന്താ? വചനമല്ലേ? വചനം പ്രസംഗിക്കുന്നവരെ കറയില്ലാത്ത വചനത്തെ കറ തീർന്ന് പ്രസംഗിക്കുന്നവനായിരിക്കണം ഏത് വ്യക്തി. വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരാൻ പാടില്ല. നാവിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ ദൈവവചനമായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3:34, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, അവന് കൃപകളെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. നിങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 15:3, നിങ്ങൾ ഇപ്പോൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. പ്രവചനം വചനമാ ക്രിസ്തു, യേശു ക്രിസ്തു. ആദാമിന് വെളിപ്പെട്ടത് യേശു ക്രിസ്തു, അബ്രഹാമിന് വെളിപ്പെട്ടത് യേശു ക്രിസ്തു, നോഹയ്ക്ക് വെളിപ്പെട്ടത് യേശു ക്രിസ്തു, ഹാഗാറിന് വെളിപ്പെട്ടത് യേശു ക്രിസ്തു, മോശയ്ക്ക് വെളിപ്പെട്ടത് യേശു ക്രിസ്തു. എല്ലാവർക്കും വെളിപ്പെട്ടത് യേശു ക്രിസ്തു തന്നെ. കാരണം ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല, അവനെ കണ്ടവനൊട്ട് ജീവിച്ചിരിക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടുത്തെ യഹോവ തന്നെ ഇവിടുത്തെ യഹോവ, ഭൂമിയിലേക്ക് വന്ന യഹോവ. അതിന് വേണമെങ്കിൽ സെക്കരിയ 14:7-8 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന യഹോവ തന്നെ യേശു ക്രിസ്തു. അപ്പോൾ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരുമ്പോൾ, ദാസൻ രാജാവായി, കാരണം ശലോമോന ദൈവവചനം വിട്ടുമാറി, വഴി വിട്ടുമാറി. 11 1 മുതൽ ഉള്ള ഭാഗങ്ങൾ 10 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചോ. അതുകൊണ്ട് ദാസൻ മോന് കിട്ടേണ്ട നന്മ, രാജപദവി 2 പിരിഞ്ഞു. ഈ വിവരം, ഈ ദൂത് പറഞ്ഞത് അറിഞ്ഞപ്പോൾ, രഹസ്യം പുറത്ത് പറഞ്ഞതിൻ്റെ കാര്യം കൂടെ പറഞ്ഞ ഭാഗം വിടാം. ഇതിനുമ്പോൾ പറഞ്ഞതാ. അപ്പോൾ രഹസ്യം പറയാൻ പാടില്ല. ശിംശോൻ രഹസ്യം വെളിപ്പെടുത്താതിരുന്നിടത്തോളം സമയം ന്യായാധിപന്മാർ 13, 14, 15, 16 അധ്യായത്തിൽ രഹസ്യം വെളിപ്പെടുത്തി. ദലീല സ്നേഹിച്ച് മയക്കി എന്നാ പറയുന്നത്. മായാക്കി എന്നാ ഞാൻ പറയുന്നത്, ബാക്കിയൊന്നും പറയുന്നില്ല. മായാക്കിയുടെ
മടിയിൽ തല വെച്ചപ്പോൾ മായാക്കി എന്ത് ചെയ്തു? രഹസ്യം ചോർത്തി. അവസാനം കണ്ണ് പോയില്ലേ, അന്ധനായില്ലേ, ചങ്ങലക്കെട്ടില്ലേ, കണ്ണ് രണ്ടും കുത്തി പൊട്ടിച്ചില്ലേ, അന്ധനായിട്ട് മരിച്ചില്ലേ. ന്യായാധിപന്മാർ ജഡ്ജസ് ചാപ്റ്റർ 16. അപ്പോൾ വിഷയത്തെ വിടുന്നു. അതാ ഗലാത്യർ 3 ചോദിക്കുന്നത്, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരെന്ന്? സഭയെ ക്ഷുദ്രം ചെയ്ത് മയക്കിയെന്ന്, ഗലാത്യ സഭ. അപ്പം ഇതുപോലുള്ള പ്രയോഗങ്ങളുമായി വരുന്നവനെ ദൈവദാസന്മാർ തിരിച്ചറിയണം. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വരുന്നവരെ ഒരു വിസിറ്റിംഗ് പാസ്റ്റർ വന്നെന്ന് വെച്ചോ, നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങൾക്ക് എന്താ വെളിപ്പാടില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾക്ക് ആ വിവേചനപരം ഇല്ലാത്തതുകൊണ്ടല്ലേ പേടിക്കുന്നത്? ഞാൻ എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യം, നിനക്ക് വലിയ കീറുവയൊന്നും ഇല്ലെങ്കിലും കീറുവയൊന്നും ഇല്ലെങ്കിലും ആത്മാക്കളുടെ വിവേചനം വരട്ടെ. വ്യക്തികളെ വിവേചിക്കും. നിങ്ങൾ സഭയിലുള്ള സഹോദരങ്ങൾ, ദൈവദാസന്മാർ, സഹോദരിമാർ, വ്യക്തികളെ വിവേചിക്ക്. ആരാ നല്ലത്? അല്ലാതെ ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോണ്ട് പറയാതെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്ക്. ഇവിടെ ദാസൻ രാജാവായി. ശലോമോൻ്റെ തെറ്റ് കാരണം ശലോമോനോട് ദൈവം സംസാരിക്കുക. 11 മുതൽ 14 വരെ ദൈവം വിളിച്ച് സംസാരിക്കുക. ഇവിടെ ഈ ഒരു ദൂത് പറഞ്ഞിട്ടൊരു കാര്യം കൂടെ അഹിയ പ്രവാചകൻ പറഞ്ഞു. രാജാക്കന്മാർക്ക് 1 ദിവസം 12 അധ്യായത്തിലെ കാര്യമാണ് പറഞ്ഞു. 12:26 കാര്യമാണ്. നീ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ, നീ വിശ്വസ്തദാസനാണ് ഓൾറെഡി. ഇപ്പോൾ നീ മരണകാലം വരെ ദൈവത്തെ വിട്ടുമാറാതെ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ നിന്റെ രാജഭരണം ഒരിക്കലും മാറിപ്പോകത്തില്ല, തലമുറയായി നിലനിൽക്കും. ഇല്ല എങ്കിൽ ദൈവം പറിച്ചു കളയും. ഇതാ ദൂത്. അവൻ രാജാവായി, അവനെ ദൈവം പറിച്ചു കളഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചോണം. രാജാക്കന്മാർക്ക് 13 അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ഒന്ന് വായിച്ചിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തതാണ്, അപ്പോൾ 1 ജാതീയൻ രാജാവായിക്കൂടാ, 2 ദാസൻ രാജാവായിക്കൂടാ, 3 രാജഭരണം യഹൂദ ഗോത്രത്തിനാണല്ലോ. ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് പഠിച്ചാൽ 49:8 മുതൽ 11 ഒക്കെ ഇങ്ങോട്ട് പഠിച്ച സംഖ്യാപുസ്തകം 24:17 വായിച്ചു കഴിഞ്ഞാൽ യാക്കോബിൽ നിന്ന് വരണം യഹൂദ ഗോത്ര, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ക്രിസ്തു വരണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ യേശു ക്രിസ്തു വരണം. തിമോത്തിയോസിന് 2 ലേഖനം 2:8 ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തു. അപ്പോൾ യഹൂദ ഗോത്രത്തിൽ വരണം. പക്ഷെ ഇവിടെ യഹൂദയ്ക്ക് കൊടുത്ത പ്രവചനം മാറുക. രാജഭരണം നേരെ ബെന്യാമിൻ ഗോത്രത്തിന് പോയി. നമ്മുടെ ചിന്താവിഷയം മറന്നു പോരുത്. സാധ്യങ്ങളെ സാധ്യമാക്കുന്ന പ്രവചനം. ലാസ്റ്റിൽ ഞാനിതിന് സമയം ഉണ്ടെങ്കിൽ ഞാനൊന്ന് വിശദീകരിച്ച് പറയാം. എന്താ അങ്ങനെ പോകാനുള്ള കാരണം? ഇസ്രായേൽ ദൈവം രാജാവായിരിക്കെ തങ്ങളെ നടത്തിയ വിധങ്ങളെ മറന്ന് ഈജിപ്തിൽ കിടന്ന് നിലവിളിച്ച നിലവിളിയെല്ലാം ദണ്ഡനമൊക്കെ മറന്ന് കൊള്ള കിട്ടിയതുപോലെ 119 സംഗതി 162 പറയുന്നത് പോലെ കൊള്ള കിട്ടിയതുപോലെ നന്മ കിട്ടി തുള്ളിച്ചാടി വന്നപ്പോൾ ചെങ്കടൽ വന്നു. പുറപുറപ്പ് അവിടെ തുടങ്ങി. ഇവരുടെ കൂട്ടത്തിൽ ഒരു സമ്മിശ്ര ജാതിയും കൂടെ കയറി. ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ കൊള്ള കിട്ടിയ കൂട്ടത്തിൽ ദേവന്മാരും കൂടെ കയറി. ചെങ്കടലിലോട്ട് പുറപുറപ്പ് തുടങ്ങി. എന്ത് കൊടുത്താൽ ഇവർക്ക് തൃപ്തി വരത്തില്ല. ഒരിക്കൽ പറയും നല്ലതാന്ന് പറയും, ഒരിക്കൽ പറയും മോശമാണെന്ന് പറയും, ഒരിക്കൽ പറയും മന്ന തേൻകുട്ടിയെ ദോശ പോലെയാന്ന് പറയും. പുറപ്പാട് 16 30 മുതൽ 30. ഒരിക്കൽ പറയും അയ്യേ എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ. സംഖ്യാപുസ്തകം 5.
അപ്പുറത്ത് പറയും അയ്യോ സാരമില്ലാത്ത അപ്പം ഞങ്ങൾക്ക് വെറുപ്പാ. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 5-6 വെറുപ്പാ ഞങ്ങൾക്ക്. വചനത്തെ വെറുക്കുന്നു, ലോകപ്രകാരത്തെ കൂടുതലായി ഉയർത്തുന്നു. ദൈവവചനത്തെ ഉയർത്താതെ കിട്ടുന്ന എല്ലാ പ്രോസ്പെറിറ്റിയും സാത്താന്യം. അതിന് തെളിവ് മത്തായി 4 ലൂക്കോസിന്റെ 4-ാം അധ്യായം പഠിച്ചാൽ മതി. വിടുതൽ 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 കാണുന്നു, വിടുതൽ കാണുന്നു. അതെ, വിടുതലുണ്ട്, ഇല്ലെന്ന് ആര് പറഞ്ഞു? എന്താ വിടുതലാ? 3-4 സൈസ് വിടുതലുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. മൂന്നാല് സൈസ് വിടുതലുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ബെന്യാമിൻ ഗോത്രക്കാരൻ രാജാവായി. യഹൂദ ഗോത്രത്തിനാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. യഹൂദയുടെ പാപം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം പഠിച്ചാൽ മതി. യഹൂദയുടെ പാപം. ഈ അർഹതയില്ലാത്തവനെ പിടിച്ച് കയറ്റിയാലും കുഴപ്പമോ? അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കഴുതയെ തേടി പോയവനെ പിടിച്ച് രാജാവാക്കി. അപ്പൻ്റെ ബെന്യാമിൻ ഗോത്രത്തിൽ കീശിൻ്റെ മകനായ ഇസ്രായേലിൽ ഏറ്റവും പൊക്കമുള്ളവനെ നോക്കി രാജാവാക്കി. രാജാവാക്കാനുള്ള കാരണം 1 യഹൂദയുടെ പാപം, 2 ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് വേണമെന്ന് കീജൈ വിളിച്ചു. ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് വേണം. ശമൂവേൽ 1-ാം പുസ്തകം 8-ാം അധ്യായം 9-ാം അധ്യായം 10-ാം അധ്യായം വായിക്കുക. കീഴൈ വിളി അവിടം തൊട്ട് തുടങ്ങി. ദൈവത്തിന് ദുഃഖം തോന്നി. ഇതിനെക്കുറിച്ച് ഹോശേയ പ്രവാചകൻ വെറുതെ വിട്ടില്ല, എടുത്തെഴുതി. എൻ്റെ ക്രോധത്തിൽ 13-10-11 വാക്യം 12 വാക്യം, എൻ്റെ ക്രോധത്തിൽ ഞാൻ നിങ്ങൾക്കൊരു രാജാവിനെ തന്നു. എൻ്റെ കോപത്തിൽ ഞാൻ നിങ്ങൾക്കൊരു രാജാവിനെ തന്നു. എൻ്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. കോപത്തിൽ കൊടുത്തു, ക്രോധത്തിൽ നീക്കി. എന്താ കാരണം? 10-ാം അധ്യായത്തിൽ പ്രവചിക്കുന്നു. 11-12 അധ്യായങ്ങളിൽ ഒരു പരുവത്തിനൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് നേരെ 13-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ സ്വയത്വത്തിൻ്റെ ആത്മാവ് കയറി. ശമൂവേൽ വരാൻ താമസിച്ചപ്പോൾ ഈ രാജാവ് കയറി യാഗം നടത്തി, പുരോഹിതൻ്റെ വേല ചെയ്തു. തിരുവെഴുത്തുകളെ പഠിക്കാം. പുരോഹിതൻ്റെ ജോലി ചെയ്യണം, പ്രവാചകൻ്റെ ജോലി ചെയ്യണം. രാജാവ് പ്രജാഭരണം നടത്തിയാൽ മതി, രാജാവ് കയറി യാഗം നടത്തണ്ട. അതിനുള്ള യോഗ്യത അതിനൊക്കെ ലേവി ഗോത്രത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ഒരുപാട് ഉയരാം അവിടെ. യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിലെടുക്കാം. യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിൽ ജനിച്ചവൻ എങ്ങനെ എന്നേക്കും മഹാപുരോഹിതനായി മാറി എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ, എബ്രായർ 7:25-26, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. അഹരോനല്ല മഹാപുരോഹിതൻ, അതിനേക്കാൾ മഹാനായ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. അത് മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം എവിടെ തുടങ്ങണം? ഉൽപ്പത്തി 14 പോകണം. എബ്രായർ 7, 8, 9 അധ്യായമൊക്കെ വായിച്ചാൽ ഞാനതിൽ കിടക്കുന്നില്ല. അപ്പോൾ നമ്മളെ രാജാവും രാജകീയ പുരോഹിത വർഗവും ആക്കേണ്ടതിന് കർത്താവ് അങ്ങനെ ആയി എന്നുള്ളതാണ് സത്യം. കാരണം പുരോഹിത ശുശ്രൂഷ ലേവി ഗോത്രത്തിന്.
മൽക്കീസേദെക്കിനെ കർത്താവ് ആ ഗോത്രത്തിലല്ല ജനിച്ച യഹൂദ ഗോത്രത്തിൽ ജനിച്ചതുകൊണ്ട് മഹാപുരോഹിതനാകണമെങ്കിൽ ശ്രേഷ്ഠ പുരോഹിതനെന്ന് ന്യായപ്രമാണം കംപ്ലീറ്റ് അരച്ചു കലക്കി കുടിച്ച യഹൂദ റബിയായിരുന്ന അപ്പസ്തലനായ പൗലോസ് പറയുക ശ്രേഷ്ഠ മഹാപുരോഹിതൻ. എബ്രായർ 7:25-26 ക്വാളിഫിക്കേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യാഗം നടത്താൻ വന്നപ്പോൾ പിന്നെ പ്രവാചകൻ്റെ ഇന്നത്തെ പ്രവാചകന്മാരുടെ ഒരു കുഴപ്പം, ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രവാചകനുമല്ല പ്രവാചിച്ച വാചനത്തെ കൂടെയുള്ള ആലോചന കൊടുക്കും. യാതൊ അപ്പൂപ്പൻ്റെ മുഖം നോക്കി കാര്യം പറയും. നാളെ വിളിക്കണമെന്നും പറഞ്ഞ ഒരു ശുശ്രൂഷ ഇതുവരെ ചെയ്തിട്ടില്ല. നാളെ വിളിച്ചൊരു മീറ്റിംഗ് തരണമെന്ന് പറഞ്ഞൊരു ശുശ്രൂഷ ചെയ്തിട്ടില്ലെന്ന് ചെയ്യത്തുമില്ല. മരണകാലം വരെ ചെയ്യത്തില്ല. വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരാതെ കർത്താവ് മത്തായി 5:18-19 കറ തീർന്ന് വചനം പ്രസംഗി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം, ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ വേണം. ഇപ്പോൾ ഓണമൊക്കെ വരുന്ന സമയം ഓണ സീസണാണ്. പെന്തക്കോസ്തുകാരൊരു കാര്യം ചെയ്യണം. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, തിരുവോണം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ ഇൻ കേരള. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് അറ്റ് ദ മന്ത് ഓഫ് ചിങ്ങം. അപ്പോൾ ചിങ്ങമാസത്തിലാണ് ഓണം. ഇനിയിപ്പോൾ ഓണത്തിന് ഒരുങ്ങണ്ടേ പെന്തക്കോസ്തുകാർക്ക്? ഞാനായിട്ടൊന്നും പറയുന്നില്ല. ശരിക്ക് ദശം 10 അവതാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ വാമനൻ ആര്, മഹാബലി ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓണമുണ്ടോ ഇല്ലയോ എന്ന് ക്രിസ്ത്യാനികളായ നമ്മൾ, അവർക്ക് പിന്നെ ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനൊന്നും ഞാൻ എതിരല്ല കേട്ടോ. ചീത്തവിളി കിട്ടിയാൽ ഞാനുള്ള കാര്യമാണ്. ദശം 10 ദശ അവതാരമാണല്ലോ. 10 അവതാരത്തിൽ മഹാബലി ഏത് കാലഘട്ടത്തിലായിരുന്നു? ഈ 10 കാലഘട്ടത്തിൽ എവിടെയായിരുന്നു? വാമനൻ ചവിട്ടിത്താഴ്ത്തിയ വാമനൻ ഏത് കാലഘട്ടത്തിലായിരുന്നു? മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ വാമനൻ ഏത് കാലഘട്ടത്തിലായിരുന്നു? പഠിച്ചു കഴിഞ്ഞത് ഇപ്പോൾ കൽക്കിയ, അവരുടെ നിയമപ്രകാരം കൽക്കിയാണ്. കലിയുഗ കാലം 10ാമത്തെ അവതാരത്തിലാണ് നിൽക്കുന്നത്. 10ാമത്തെ അവതാരത്തിൽ ശിവൻ സംഹാരതാണ്ഡവം. അപ്പോൾ കലിയുഗത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഓണത്തിന് ഒരുങ്ങണം, പെന്തക്കോസ്തുകാർ ഒരുങ്ങണം, പാർക്കുകളിൽ പോയി ഇരിക്കണം, അവിടെ പോകണം. ഞാൻ ഇതിനൊന്നും എതിരല്ല. 10 ദിവസത്തെ അവധിയില്ലേ, ചുറ്റിക്കറങ്ങാൻ പോക്കോ. ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിച്ചാൽ എനിക്ക് ഒരുപാട് കാര്യം 2 ചിന്തയോടെ ഓടിച്ചു തരാം. ഞാൻ ഇങ്ങനെ പോയാൽ ഒരുപാട് പോകും. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ യാക്കോബിൻ്റെ മകൾ ടൂറ് പോയതാ തെറ്റിപ്പോകാനുള്ള കാരണം. അത്രേ പറയുന്നുള്ളൂ. ഈ ടൂറ് പോകുമ്പോഴാണ് കൂടുതലും തെറ്റിപ്പോകുന്നത്. ദൈവവചനവുമായിട്ട് ഇരുന്നവർ തെറ്റിപ്പോയിട്ടില്ല. തൃപ്പാദപീഠത്തെങ്കിലിരുന്ന് കൊരിന്ത്യർ 4:23, ആവർത്തനം 33:3, സങ്കീർത്തനം 119:11, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ, അങ്ങയുടെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യിരെമ്യാ 15:16, ഞാൻ യഹോവയുടെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. യോബ് 23:12, എൻ്റെ ആഹാരത്തെക്കാൾ നിന്റെ വചനത്തെ സൂക്ഷിച്ചിരിക്കുന്നു. ശമൂവേൽ എഴുതിയ 1 പുസ്തകം 3:21 പറയുന്നു, ദൈവം പറയുന്ന ശമൂവേലിനോട് ശീലോവിൽ വെച്ച് വചനത്താൽ വെളിപ്പെട്ടതല്ലാതെ വീണ്ടും വീണ്ടും വചനത്താൽ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. യിരെമ്യാ 1:9, യിരെമ്യാവിൻ്റെ വായെത്തൊട്ട് വായിൽ വചനങ്ങളെ നിറച്ചു. എസ്കേലിൻ്റെ ഉദരം നിറച്ചു. വചനത്തിൽ ഇരിക്കുന്നവൻ പാപം ചെയ്യത്തില്ല. തിരുവഴുത്ത് തെളിയിച്ചല്ലോ. 119 സങ്കീർത്തനം 11. ടൂറ് പോകുന്നവൻ ആ പാപം ചെയ്യുന്നു. അതുകൊണ്ട് ഓണത്തിന് എല്ലാവരും കൂടെ പോയി. ക്രിസ്ത്യാനികളല്ല. നമ്മുടെ നാട്ടിൽ ഓണാഘോഷത്തിന് ഞാനെതിരല്ല, ക്രിസ്തുമസിനും ഞാനെതിരല്ല. ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25 എന്നുള്ളതാണ് പല ബുക്കുകളിലും വായിച്ചത്.
അതുകൊണ്ട് ഞാൻ അതിനൊന്നും എതിരല്ല. എനിക്ക് ക്രിസ്തുമസ് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഉള്ളിൽ എന്ന് ക്രിസ്തു ജനിച്ചുവോ അന്ന് തൊട്ടാണ് എനിക്ക് ക്രിസ്തുമസ്. ബാക്കി കാര്യങ്ങളെല്ലാം വിടുന്നു. ഇവിടെ പ്രവാചകൻ വരാൻ താമസിച്ചു. മൂന്നാമത്തെ ചിന്ത, വരാൻ താമസിച്ചപ്പോൾ രാജാവ് യാഗം നടത്തി. എന്തുകൊണ്ട്? ഭൂരിപക്ഷം നഷ്ടപ്പെടുമോ? ജനങ്ങളെല്ലാം വിട്ടുപോകാൻ തുടങ്ങി. അതുകൊണ്ട് യാഗം കഴിച്ചു. 13 തെറ്റി. 15 വീണ്ടും അനുസരണക്കേട് കാണിച്ചു. 15-ാം അധ്യായം 12, 22, 23, 24 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചോണം. അനുസരിക്കുന്നത് യാഗത്തെക്കാൾ, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞിട്ട് ആ വിചാരം യാക്കോബിന് ഭരിക്കുകയില്ല. ഇസ്രായേലിന് ലക്ഷണവിദ്യ ഏക്കയില്ല. യാക്കോബ് പൊയ് ചൊല്ലുகிறവൻ. ഈ പൊയ് നുണ പറയുന്നതെല്ലാം യാക്കോബിൻ്റെ ആത്മാവാണ്. ഉൽപ്പത്തി 27, ജനസീസ് ചാപ്റ്റർ 27. അതുകൊണ്ട് ആ യാബോക്ക് കടൽ 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ചോദിച്ചു, നിന്റെ പേരെന്നെ? അപ്പോൾ പറഞ്ഞു, എൻ്റെ പേര് യാക്കോവ്. പിന്നെ നീ 27-ൽ യേശാവെന്ന് പറഞ്ഞ എന്തിനാ? അത് അന്നേരം എനിക്ക് ചില പദവിയൊക്കെ കിട്ടണമായിരുന്നു, അതുകൊണ്ടാണ് നുണ പറഞ്ഞത്. പദവിക്ക് വേണ്ടി ആരും നുണ പറയരുത്, ആരെയും കബളിപ്പിക്കരുത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടു, ജീവിക്കാൻ വേണ്ടി പല വേഷം കെട്ടരുത്. പല വേഷം കെട്ടിയവരുണ്ട്. കെട്ടിയാലും ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി പല വേഷം കെട്ടരുത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇയാൾ പല വേഷം കെട്ടി. ശൗല്, നിങ്ങളെക്കുറിച്ചല്ല, നമ്മളൊക്കെ എല്ലാം പെർഫെക്റ്റാണ്. ആൾക്കാരെല്ലാം ഭയങ്കര പെർഫെക്റ്റാണ്. ഞാൻ ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഉലകപ്രകാരം ചുറ്റാൻ പോകുന്നു, എല്ലാം ദൈവഹിതം. എല്ലാം ചുറ്റിക്കോ, കുഴപ്പമില്ല. അവസാനം ശേഖേമിലെ ജീവിതം, മകളുടെ ടൂറ് പോക്ക്, സുക്കോത്തിലെ ജീവിതം, ശേഖേമിലെ ജീവിതം, അവസാനം മകള് പോയി. മകള് ദൈവ വഴി വിട്ട് പോകുവാനിടയായി. മകള് പോയതല്ല, അതൊക്കെ നിങ്ങൾ പഠിച്ചോ. ഉൽപ്പത്തി പുസ്തകം 34, 35 പഠിച്ചു. അതുകൊണ്ട് പറഞ്ഞത്, ദൈവം പറഞ്ഞു 35 പറഞ്ഞ വിട്ടോളാൻ പറഞ്ഞു. നീ പണ്ടൊരു നേർച്ച നേർന്നില്ലേ, അതങ്ങ് നിവർത്തിച്ചോളാൻ പറഞ്ഞു. ബഥേലിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഉൽപ്പത്തി 28-ന്റെ 10 മുതൽ 22 വരെയുള്ള ഭാഗത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ശരി, വിഷയത്തിലേക്ക് വരാം. എൻ്റെ വിഷയം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പ്രവചനം. രണ്ടാമത്തെ പ്രവചനം, ഒന്നാമത്തെ അശൂര്യൻ ജാതിയൻ രാജാവായിക്കൂടാ. 2 ദാസൻ രാജാവായിക്കൂടാ. 3 ബെന്യാമിൻ ഗോത്രം രാജാവായിക്കൂടാ. ബെന്യാമിൻ ഗോത്രത്തിന് രാജാവാകാൻ വ്യവസ്ഥയില്ല. അവൻ രാജാവായി. യഹൂദയുടെ പാപം, ഇതെല്ലാം പാപനിമിത്തങ്ങളാണ്. ശലോമോൻ്റെ പാപം, ഇസ്രായേൽ ജനത്തിൻ്റെ പാപം, ഇതെല്ലാത്തിനും കാരണം നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മുടെ പ്രവചനം മാറിപ്പോകുന്ന ഈ പറയുന്നവർ പറഞ്ഞ വചനമാണോ പറഞ്ഞത്? ഞാൻ വചനത്തിൽ കൂടെ അല്ലാതെ ഒരു വ്യക്തിക്ക് ഇന്നുവരെ ഒരു ആലോചന കൊടുത്തിട്ടില്ല. ആ പടം 31,173 വാക്യേ ഉള്ളൂ, എൻ്റെ ചിന്തയനുസരിച്ച്, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച്. അപ്പോൾ അതിനകത്ത് ഈ വചനം പ്രസംഗിച്ചാൽ പോരെ. ഇന്ന് വചനം ആർക്കും വേണ്ട, വചനം പ്രസംഗിക്കുന്നവരെ ആർക്കും വേണ്ട. ഓ ഗ്ലോറി, പത്രോസേ, കൊന്നയുടെ വീട്ടിലേക്ക് പോകാൻ അവസാനം പറയും. കൊന്നയുടെ വീട്ടിലേക്ക്, അതുപോലും അറിയില്ല. അതുകൊണ്ട് അത് പ്രവചനമല്ല. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 4-ാമത്തെ അടുത്ത് പരിശുദ്ധാത്മാവ് തെളിവായി സംസാരിക്കുന്നു. മോശയോട് മറപൊരുളില്ലാതെ ദൈവം സംസാരിച്ചില്ലേ? ആ സംസാരിക്കുന്ന ദൈവം, വചനത്തിൽ കൂടെ ഇടപെട്ട ദൈവം, ഇന്നും വചനത്തിൽ കൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുക. വിടുതൽ, പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്, ആരാധിച്ചാൽ വിടുതലുണ്ട്, വചനം പ്രസംഗിച്ചാൽ വിടുതലുണ്ട്. ഒരു മനുഷ്യനെ ഉറപ്പിക്കുന്നത് വചനമല്ലേ? ഞാനീയിടെ പറഞ്ഞു, നാടൻ മാവ് കായ്ക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. അതിൻ്റെ പേര് ആഴങ്ങളിൽ ഇറങ്ങി ആഴങ്ങളിലിറങ്ങി അവസാനം പൂത്ത് 1-2 മാങ്ങ കായ്ച്ച് അവസാനം 40 മാങ്ങ 4 എണ്ണം കായ്ച്ച് 40 എണ്ണം കായ്ച്ച് 400 എണ്ണം കായ്ച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ
ആ ഇന്നത്തെ ബഡ് മരങ്ങളുണ്ടല്ലോ, 6 മാസമാകുമ്പോൾ കായ്ക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സഭയിൽ വിശ്വാസിയായിട്ട് ചെന്നിരുന്നിട്ട് പിന്നെ അവന് എന്ത് ചെയ്യണം? ഈ മാവായി മാറണം. അതിൽ നിന്ന് ബഡ് ചെയ്യാൻ തുടങ്ങി. ബഡ് ചെയ്ത് റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 16 മുതൽ 24 വരെ വാക്യത്തിലുണ്ട് ബഡ് ചെയ്യുന്ന കാര്യം. ബഡ് ചെയ്യാൻ തുടങ്ങി. അത് 6 മാസം ബഡ് മാവ് 6 മാസമാകുന്നതിന് മുമ്പേ കായ്ക്കും. 2 എണ്ണം കായ്ക്കും, 3 എണ്ണം കായ്ക്കും, 4 എണ്ണം കായ്ക്കും. ഇങ്ങനെ കായ്ച്ച് മറ്റേ മരത്തിനോട് പറയും, കണ്ട ഞങ്ങളെ 7-ാം മാസം തൊട്ട് കായ്ക്കാൻ തുടങ്ങി, 7-ാം മാസം തൊട്ട് ഞങ്ങൾ കായ്ക്കാൻ തുടങ്ങി, അതുകൊണ്ട് നിനക്ക് ഫലമൊന്നുമില്ല, നിന്നെക്കൊണ്ട് ഗുണമില്ലെന്ന്. പക്ഷേ പിന്നത്തേതിൽ വരുമ്പോൾ ഒരു 400 മാങ്ങ കായ്ച്ചു നിൽക്കുന്ന മാവിനെ നോക്കിക്കൊണ്ട് പറയും ഞങ്ങളൊന്നുമില്ല എന്ന്. ഇനി വേറെ സംഭവം, നല്ലൊരു കാറ്റടിക്കുമ്പോൾ, കൊടുങ്കാറ്റടിക്കുമ്പോൾ ഈ നാടൻ മാവുണ്ടല്ലോ, അത് നിന്ന് കുലുങ്ങി ചലിച്ച് വേരുകളെന്ന് മണ്ണെന്നിളക്കി അതിന് പിന്നെ അടുത്ത ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ദൈവം കൊടുക്കുന്നു. ഈ ബഡ് മാവേ നീയൊക്കെ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ ബഡ് മാവ് നേരെ ചട്ടിയോടുകൂടെ 4 മാങ്ങയുമായിട്ട് മറിഞ്ഞടിച്ച് താഴെ കിടക്കുമ്പോൾ മറ്റേ പുള്ളി പറയും, ഞങ്ങൾ വചനത്തിൽ വേരൂന്നിയവരാ, വചനത്തിൽ നിൽക്കുന്നവരാ, എൻ്റെ വചനത്തിൽ നിൽക്കുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-31-32 വാക്യങ്ങളൊക്കെ വായിച്ചാൽ മതി. എൻ്റെ വചനത്തിൽ നിൽക്കുന്നവൻ യഥാർത്ഥ ശിഷ്യനാകുന്നു. 8:47 ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. ദൈവസന്തതി അല്ലാത്തവൻ വചനം കേൾക്കുന്നില്ല. അവൻ പ്രോസ്പെരിറ്റി തിയോളജിയുടെ പുറകെ പോകുന്നു, സാത്താന്യ തിയോളജിയുടെ പുറകെ പോകുന്നു, ഫയറിൻ്റെ പുറകെ ഓടുന്നു. ഫയറിൻ്റെ പുറകെ ഓടണ്ട, എങ്ങും ഓടണ്ട. നിന്റെ ഉള്ളിൽ വചനമുണ്ടോ അത് കത്തും. അത് കത്തിയാൽ നിന്നിൽ നിന്ന് പുറപ്പെടും, വചനം പുറപ്പെടും. വചനം പുറപ്പെട്ടാൽ കൃപകളെ അളവ് കൂടാതെ തരും. അളവ് കൂടാതെ തന്നാൽ നീ പ്രവചിക്കും, വചനം പ്രവചിക്കും. രണ്ടാമത്തത് മനസ്സിലായല്ലോ, ബെന്യാമിൻ ഗോത്രക്കാരൻ രാജാവായത് ഇസ്രായേൽ ജനം വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ വേണം. ഇനി അടുത്ത് 2 കാര്യം. നീതിപ്രസംഗിയായ നോഹ, അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ പറയുന്നത് പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ന്റെ പെട്ടെന്ന് പറയാം 2-5 പറയുന്നുണ്ട്. നീതിപ്രസംഗിയായ നോഹ 8 പേരോടുകൂടെ, അത് കറക്റ്റ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, സമയമില്ല. 8 കാര്യം, 8 പേരോട് കൂടെ പട്ടകത്തിൽ കയറിയവരെ മുഴുവനും കന്നുകാലിയടക്കം കയറ്റി. അതിനകത്ത് 3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-5 പറഞ്ഞ നീതിപ്രസംഗിയായ നോഹ മഴ പെയ്യുമെന്ന് ദൂത് പറയുമ്പോൾ അന്ന് മഴ പെയ്യിച്ചിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 2:5 ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. 6:17 ആകാശത്തിന് കീഴിലുള്ള സകലത്തെയും ദൈവം നശിപ്പിച്ച് കളയും, ജലപ്രളയത്താൽ നശിപ്പിച്ച് കളയുമെന്ന് പ്രവചനം പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഒന്നുകൂടെ പുറകോട്ട് പോകണം. ഉൽപ്പത്തി പുസ്തകം 1-6 മുതൽ 8 വരെ 1-ാം ദിവസം മുതൽ 6-ാം ദിവസം, 1-ാം ദിവസം നല്ലതെന്ന് പറഞ്ഞ്, 3-ാം ദിവസം നല്ലതെന്ന് പറഞ്ഞ്, അങ്ങനെ 6 ദിവസവും നല്ലതെന്ന് പറഞ്ഞ്, 2-ാം ദിവസം നല്ലതെന്ന് പറഞ്ഞില്ല. നല്ലതെന്ന് പറയാത്തതിൻ്റെ കാരണം ഇതാണ്. 6:17 ഇപ്പോൾ ഉൽപ്പത്തി 6:17 പറയുന്നത് അവൻ ആകാശത്തിന് കീഴിലുള്ള സകല ജഡത്തെയും, ദൈവവചനം കേൾക്കാത്ത, ദൈവവചനം അനുസരിക്കാത്ത സകലത്തെയും റബംബര കതൽക്കന അവൻ ഞാൻ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് 2-ാം ദിവസത്തെ വെള്ളത്തെ സ്വോത്രം 2-ാം ദിവസത്തെ നല്ലതെന്ന് ദൈവം പറഞ്ഞില്ല, പ്രസംഗിച്ചു. എന്ത് ചെയ്തു? 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് 7:4 മുതൽ 10 വരെ 40 രാവും 40 പകലും മഴ നിന്ന് പെയ്തു, വെള്ളം പൊങ്ങി 17,200 അടിയിലധികം ഉയരത്തിൽ അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു പട്ടണം. അതിൻ്റെ മുകളിൽ പൊങ്ങണമല്ലോ. ചരിത്രകാരന്മാരുടെ ഭാഷയെ പറഞ്ഞ 17,200 അടി ഉയരത്തിൽ പോയി 40 രാവും 40 പകലും മഴ പെയ്തു. ഇനി വിഷയത്തിലേക്ക് വരാം. പ്രസംഗിച്ചു. പ്രവചനം ഒരാളുടെ മുഖത്ത് നോക്കി പറയുന്നതല്ല പ്രവചനം. കൊച്ചമ്മയുടെയും കൊച്ചപ്പൻ്റെയും മുഖം നോക്കി, വെളുപ്പ് നോക്കി, സൗന്ദര്യം നോക്കി
കാശ് പോക്കറ്റിലെ പണം നോക്കി വീട് നോക്കി പ്രവചിക്കുന്നതല്ല പ്രവചനം. കൊട്ടാരം പ്രവാചകന്മാരും കുണ്ടറ പ്രവാചകന്മാരും ഉണ്ട്. ഇനി പറഞ്ഞാൽ കൊട്ടാരം പ്രഭാകരന്മാരുമുണ്ട്, കുണ്ടറ പ്രഭാകരന്മാരുമുണ്ട്. ഒരു കാര്യം ഓർത്തുകൊള്ളണം, നീയൊക്കെ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ഡ്യൂട്രോണമി ചാപ്റ്റർ 18 മുതൽ 20 വരെ വായിച്ചു കൊള്ളണം. പ്രവചനം പറഞ്ഞാൽ നടന്നില്ലെങ്കിൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. ആ നിയമം എന്ന് വന്നിരുന്നെങ്കിൽ ഒറ്റ പ്രവാചകന്മാരും കാണത്തില്ല, വചനം പ്രസംഗിച്ചിട്ട് പോകുമായിരുന്നു. ദൈവദാസന്മാർ ശ്രദ്ധിച്ച് കേൾക്കണം, ഇവന്മാരെയൊക്കെ വിവേചിക്കണം. കള്ളപ്രവചനം, കുടുംബങ്ങളെ ചതിച്ചിട്ട് 7-ാം കൽപ്പന ലംഘിച്ചിട്ട് നടക്കുന്നവനും പ്രവചിക്കുന്നു. 7-ാം ക്ലാസ് തോറ്റവനും പ്രവചിക്കുന്നെന്നേ. ഞാനതിലേക്ക് കിടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണേ. യഥാർത്ഥ പ്രവചനം ഉള്ളവനെ കൊല്ലും, കൊല്ലാൻ നോക്കും, അടിക്കും. മിഖയാവിനെ, യെരമ്യാവിനെ, യെശയ്യാവിനെ ഈർച്ച വാളുകൊണ്ട് അറുത്തു കൊന്നെന്ന. യഥാർത്ഥ പ്രവചിക്കുന്നവനെ സഭയെ കെട്ടത്തില്ല. കാരണം കുറവുകളെ വെളിപ്പെടുത്തും. തോമാച്ചൻ്റെയും കറിയാച്ചൻ്റെയും ചാക്കോച്ചൻ്റെയും മറിയാമ്മയുടെയും ചിന്നമ്മയുടെയും അന്നാമ്മയുടെയും ഒക്കെ കുറവെന്ത് ചെയ്യും? വിളിച്ചു പറയും. അതുകൊണ്ട് പേടിച്ചിട്ട് വിളിക്കില്ല. അങ്ങനെയുണ്ട്. പക്ഷെ പരിജ്ഞാനത്തിൻ്റെ ആത്മാവല്ലേ. ശമൂവേൽ 2-ാം പുസ്തകം 23:2 വായിച്ചു നോക്ക്. അവിടെ പറയുന്ന ഒരു പദമുണ്ട്, യഹോവയുടെ ആത്മാവ് എന്നിൽ ആവസിക്കുന്നു, അവൻ്റെ വചനം എൻ്റെ നാവിന്മേൽ സംസാരിക്കുന്ന. വിഷയത്തിലേക്ക് വരട്ടെ. അടുത്ത എസ്കേലിനോട് പറയുന്നു, 4-ാമത്തെ പോയിന്റ്, കാറ്റിനോട് പ്രവചിക്കാം. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. കാറ്റിനോട് കാണാത്തതിനെ നോക്കി പ്രവചിക്കണം. നീ വിശ്വാസത്താൽ പ്രവചിക്കുക. മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ പറ, ദൈവം പറഞ്ഞാൽ പറ. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതിനാ തിരഞ്ഞെടുത്തേ. ഇതൊക്കെ കാരണം എന്താ? ഇവരെയൊക്കെ ഈ നേരത്തെ പറഞ്ഞ 3 പേരുടെ കാര്യം പറയാനുള്ള കാരണം എന്താ? അവർ അർഹതയില്ലാത്ത സ്ഥാനത്താണ് കയറിയിരിക്കുന്നത്. അർഹതയില്ലാത്തവരല്ലേ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നിനും അർഹതയില്ലാതിരുന്നവരെ. ഇസ്രായേൽ ജനത്തോട് ഒരു സംബന്ധമില്ലാത്ത നമ്മെ, കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിനോട് കൂട്ടി ഒട്ടിച്ച് ചേർത്ത് വച്ചിരിക്കുകയില്ലേ, മറന്നു പോകാതെ. എസ്കേൽ 37:3, എസ്കേലെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ട് ചുറ്റി പ്രവാചകനെ നടത്തിയിട്ട് കാണിച്ചു. ഏതാണ് ഈ അസ്ഥികൾ? യെരമ്യാ 8:1 മുതൽ 3 വരെ കിടപ്പുണ്ട്. ഈ അസ്ഥികൾ ഏതാന്ന് തിരുവഴുത്തുകൾ എടുത്തു വെച്ച് വായിച്ചു നോക്ക്, നല്ലതുപോലെ ധ്യാനിച്ചു നോക്ക് ദൈവദാസന്മാർ. അതിനുവേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടട്ടെ, ഓരോ കുടുംബങ്ങളിലും വെളിപ്പെടട്ടെ. നിന്റെ തലയെ കഴിച്ച് ആരും പ്രവചനം പറഞ്ഞില്ലെങ്കിലും ദൈവം അനാദി നിത്യതയിൽ എഫേസ്യർ 1:4 വചനപ്രകാരം ദൈവം അനാദി നിത്യത നിന്റെ തലമുറകളെക്കുറിച്ച് ദൈവം എഴുതി വച്ചിരുന്നു. കോരേശ് ജനിക്കുന്നതിന് 180 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ 44:28 പറയുന്നു, കോരേശ് എൻ്റെ ഇടയൻ. യെരമ്യാവിനെ കുറിച്ച് ദൈവം പ്രവചിക്കുക. ആരഗതൽഖമനഘടകം എന്താണ് പ്രവചിച്ചത്? 1:5 പറഞ്ഞ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് നിന്നെ ഞാൻ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യെശയ്യാ 40:3, മർക്കോസ് സുവിശേഷം 1-2 വാക്യങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ ഒരുവനെ ദൈവം മുൻപേ തിരഞ്ഞെടുക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിൻ്റെ പ്രവൃത്തി നമ്മിൽ ഓരോരുത്തരിലും വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ അത് അനേക ദൈവദാസന്മാർക്ക് വിവേചനം പറയുവാൻ, പ്രവചനം എന്താണ് തിരിച്ചറിയാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.